കാർഷിക സബ്സിഡി ആനുകൂല്യം വിവാദമായതോടെ ചട്ടങ്ങൾ കർശനമാക്കി കേന്ദ്രം. ആനുകൂല്യം മന്ത്രിയും സെക്രട്ടറിയും സ്വന്തമാക്കിയതിനെ ചൊല്ലിയാണ് വിവാദമുയർന്നത്. ഇനി മന്ത്രിമാർക്കോ സെക്രട്ടറിമാർക്കോ അവരുടെ കുടുംബാംഗങ്ങൾക്കോ കാർഷിക സബ്സിഡി നൽകാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് പുതിയ ചട്ടങ്ങളും മാർഗനിർദ്ദേശങ്ങളും കേന്ദ്ര കാർഷിക മന്ത്രാലയം പുറത്തിറക്കിയത്. പരമാവധി സബ്സിഡി നിരക്കിലും കുറവ് വരുത്തി. കേന്ദ്ര കൃഷി സഹമന്ത്രി രാജസ്ഥാനിലെ കക്കരിക്ക ഫാമിന് സബ്സിഡി നൽകിയതും മൃഗസംരക്ഷണ വകുപ്പ് സെക്രട്ടറി കുടുംബാംഗങ്ങളുടെ പദ്ധതികൾക്ക് ആനുകൂല്യം നൽകിയതുമാണ് വിവാദമായത്. ഭരണഘടനാപരമായ പദവികൾ വഹിക്കുന്നവർ, കേന്ദ്ര സംസ്ഥാന മന്ത്രിമാർ, എംപിമാർ, എംഎൽഎമാർ, എംഎൽസിമാർ എന്നിവർക്ക് സാമ്പത്തിക സഹായത്തിന് ഇനി അർഹതയില്ല. മുനിസിപ്പൽ കോർപ്പറേഷൻ മേയർമാർ, ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷൻ എന്നിവരും അർഹതാ പട്ടികയിൽ നിന്ന് പുറത്താകും. കേന്ദ്ര സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും നേരിട്ട് സഹായം ലഭിക്കില്ല. പ്രതിമാസം 10,000 രൂപയോ അതിൽ കൂടുതലോ പെൻഷൻ ലഭിക്കുന്നവരും സാമ്പത്തിക സഹായത്തിന് അർഹരല്ല. കാർഷിക സംഘങ്ങൾക്ക് നേരിട്ട് സാമ്പത്തിക സഹായം നൽകില്ല. ഈ വിഭാഗത്തിൽപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ഒരു തവണ സഹായം ലഭ്യമാക്കാം. ഒരു കുടുംബത്തിലെ ഒരാൾക്ക് മാത്രമേ പദ്ധതികൾക്ക് കീഴിൽ സാമ്പത്തിക സഹായം ലഭിക്കൂ. ഗുണഭോക്താക്കൾക്ക് അർഹമായ പദ്ധതി ചെലവിന്റെ 50% നിലവിൽ സബ്സിഡി. ഇനി 35% സാമ്പത്തിക സഹായം നേടുന്നതിന് തെറ്റായ വിവരങ്ങൾ നൽകിയാൽ തുക തിരിച്ചുപിടിക്കും. നാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.